ആ മഴക്കാറില്ലേ എന്തൊരു മഴയാ. മഴക്കാറ് കണ്ടിട്ട് അറിയാം. ഒരു മഴയെ പെയ്തില്ലോ. അവിടെ തന്നെ കൊതുകായി എല്ലാടിയും ഉണ്ട്. പകല് തേച്ച് ഈച്ച രാത്രിയാവുമ്പോ കൊതുക്. ഇങ്ങനെ പ്രാണിയും കൊതുകുമായിട്ട് നിൽക്കാൻ കഴിയില്ല. കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ഇതല്ലേ കൊതുക് ഇടുങ്ങി പിന്നെ മറ്റേ മഞ്ഞപ്പിത്തോ ആസ്പത്രിയിലെ തിരക്കാണ്. കൊറേ ഒഴിവാകുമല്ലോ. അതുകൊണ്ടാണ് വൈകിട്ടാകുമ്പോ അങ്ങ് തേങ്ങ ഇട്ട് കൊടുക്കും ഞാൻ. പകല് തേച്ച് ഈച്ച് അങ്ങനെയാണ്. ഇവിടെ മാത്രമൊന്നല്ല. ഒരു പകലൊരു ഇത്രപ്പടി കണ്ണിനായി ആ കണ്ടിട്ട് അപ്പോഴത്തേക്ക് ഈച്ച വന്ന് പഠിച്ച വന്നു. അല്ല നിന്നെ കാണുന്ന ഞാൻ നിൽക്കുന്നു. നീ എന്റെ കുടിയന്നെ വന്ന എന്റെ മോളെ കുടിയന്നെ. എന്റെ മോൻ വന്നിട്ടേ. എന്നാലും നിന്നോട് വിളിച്ചതല്ലേ. പഠിക്കെല്ലാം പോണ്ടേ. എല്ലാം ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ഞാൻ വരാൻ. എന്റെ മോൻ വന്നിനി, മോന്റെ ഭാര്യ വന്നിനി. ഒരു ദിവസത്തെ പണിയല്ലേ എനിക്ക്. അല്ല എനക്കെന്തല്ലോ ബുദ്ധിമുട്ട്. പണിക്കെടുക്കാണ്ട് ജീവിക്കാൻ കഴിയണേ. ഇന്നത്തെ കാലം എന്തെല്ലാം വേണേ. പണ്ടത്തെ പോലെ ജീവിതം കാത്തു നിന്ന്. പണ്ട് ഒരു സമ്മന്തിയും കഞ്ഞിയെല്ലാം മതി. ഇന്നതെല്ലാം മതിയാ. ദൂരതായാലും അത് ഉടുത്തിട്ട് നടക്കും. ഇന്ന് അങ്ങനത്തെ ഉടുത്തൂടാ. നീ മാത്രമേ വരാണ്ടുള്ളൂ. ആയിക്കോട്ടെ. എന്റെ മോൻ വന്നിട്ടില്ലേ? അവര് വന്നിനി. ഇനി ഞാനിപ്പൊ വന്നോളാം. ദേഷ്യം കൊണ്ടൊന്നും വരാണ്ടുന്നതല്ല. ഭയങ്കര സങ്കടം. അത് സാരേ. ഇപ്പം വിളിക്കാനൊക്കെ വന്നൂടെ? ഇനി വന്നിട്ട് എന്നും വരാം. എന്തോ അതങ്ങനെ 2 ദിവസം മഴയില്ലേ. അതെ, അതുകൊണ്ട് സമാധാനം. ഞാനും പറയലാണ് കയ്യിലെടുക്കാം. നല്ല ആച്ചാണ്. അതുകൊണ്ട് സമാധാനമായി. പൊട്ടി ചടിയും വെള്ളം എല്ലായിട്ട് എല്ലാം കയറിയോടെ. ഞാനിങ്ങനെ മുത്തപ്പൻ ദൈവത്തിനെ വിളിക്കലാണ്. മുത്തപ്പൻ ദൈവം ഭാഗം ഉണ്ടായിട്ടില്ലേ? വിളിച്ചത് ഈ സമയം വരെ മഴ പെയ്തില്ല. വൃത്തിയാക്കിയല്ലോ. മക്കളെ നിങ്ങൾ കൈമ കഴിക്കണ്ടാ? എന്ന് 2 കഴിയുന്നത് പോലെ എനിക്ക് പഠിക്കാൻ നിങ്ങൾ നാളെ സ്കൂൾ തുറക്കുന്നതാണ്. ശങ്കറിന് എന്തോ ഒരു പഞ്ചിക കണ്ടിരിക്കുന്നത്. നീ ഒന്നും പറയുന്നും വേണ്ടേ. പിന്നെ തിരിച്ച് കൊണ്ടിട്ടുണ്ടെങ്കിൽ പണിയായി കേട്ടാ. ഒന്നും പറയണ്ട. കുട്ടിയൊക്കെ അല്ല രാവിലെ കൊപ്പര കൊണ്ടുപോയിട്ട് ഇപ്പം പെരുന്നത്രയാ ഓർത്ത് കൊപ്പര കൊണ്ടുപോയിട്ട് പൈസ കൊടുത്തു. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഉച്ച് ഉണക്കിനെന്ന് പറഞ്ഞാ. ഇതിന്റെ മേലെ കേഴുകയും ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് എടുത്തിട്ട് കൊണ്ടതിന്. നീ ഒന്നും പറയണ്ട. അതിന് ഉണങ്ങിയിട്ടല്ല കൊപ്പര. എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. ഇത്രപ്പാട് പൈസ കിട്ടിയിട്ട് കൊടുത്ത് ബാക്കി പൈസ കൊടുത്തു. 1000 ഉറുപ്പ്യ കിട്ടിയിട്ടാണുണ്ടല്ലോ. 1000 ചില ഉറുപ്പ്യ ഭാഗത്തേക്ക് പോടപ്പാ. നോക്കറാണേ. കാര്യം അങ്ങനെ തന്നെയാണ്. കാര്യമില്ല. പിന്നെ വിചാരിക്കൂലേ അതാ നോക്കറാ കൊപ്പര കൊടുത്തിട്ട് പൈസ കിട്ടിയതായത്. എന്നിട്ട് ഈ പൈസനെ കൊണ്ട് ഞാൻ ഉൾക്കൊള്ളു തുറക്കുന്ന എന്നാ പിള്ളേർ പൂജയിൽ ഇട്ടിട്ടാണ്. പൂജ ഞാനിട്ടതോ? നീ ഒന്നും പറയണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല. അയാളോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുകൊടുത്തോളെന്ന് പറഞ്ഞിനി. അപ്പൊ വേണ്ട ഞാൻ കുടിക്കൂ. എനക്കറിയാം കുടിച്ചിട്ടാ വരുവാന്ന്. ഇപ്പൊ കണ്ട ഒരു സാധനം ഒരു കറി വെക്കാൻ ഒരു സാധനം ആക്കില്ല. ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഒരു കറി വെക്കണ്ടെങ്കിൽ അതത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. രാവിലേക്ക് നല്ലതായിരിക്കും. ആരമ്മ? അല്ലേ അമ്മേനെ ഞാൻ അങ്ങോട്ടാക്കി ചേച്ചിടത്തേക്ക്. അമ്മേനെ കൊണ്ടാക്കി. ഇങ്ങനെയാണ് എന്റെ അമ്മയത് ആത്തുണ്ട്. പിന്നെ നീ അങ്ങനെ പറഞ്ഞിനി. പിന്നെ നീ അങ്ങനെ പറഞ്ഞ അടി വാങ്ങണം. എന്താ ആവശ്യം? അങ്ങനെ പറയണേ. നമുക്ക് അടി കിട്ടുക വെറുതെ. രാവിലെ ഒമനെ വിളിച്ചിട്ട് പയ്യന്റെ വാ. നേരം മിണ്ടണ്ട. നാളെ കൊള്ളിടിക്കാനായി. കുടിച്ചോ അതാ നല്ലത്. പിന്നെ രാത്രിക്ക് ചോദിക്കുന്നൊന്നും ചോദിക്കണ്ട. അമ്മയെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൊടുക്കൊന്നും വേണ്ട. കണ്ടുപിടിക്കുന്ന കാര്യമില്ല. അങ്ങനെ തന്നെയാണ്. നാളെ പെൻഷൻ തരൂ. ഓ ഞാൻ സമാധാനായി. നാളേക്ക് പിന്നെ നാളെ നിങ്ങൾക്ക് നല്ല കൊളായല്ലോ. രാവിലെ ഇങ്ങോട്ട് പോസ്റ്റ്മാനും ഇങ്ങോട്ട് വരാൻ പറയണം. വീട്ടേക്ക് തരാല്ലേ. ഇവിടെ ബണ്ണം വെച്ച് നോക്കണം. അതെ
ഇവിടെ ഇനി അങ്ങനെ വന്നിട്ടല്ലേ അടി കിട്ടിയത്. എന്നാ വേണ്ടത് ഇങ്ങനെയാണ്. ഓ ഇങ്ങനെയല്ല വെച്ചക്കുവാ. ഇപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഇതായി പോവില്ല. അയ്യോ ഒരു മൂന്ന് പോകുമ്പോ നിങ്ങളെല്ലാം വിചാരിക്കൂലേ എന്നാണ് ഒച്ച കേൾക്കുന്നുണ്ടാ ഇങ്ങനെയാണ് കണ്ടാ കണ്ടുപിടിക്കുന്നവരുടെ ഉള്ള അവസ്ഥ തന്നെയാണ്. പിന്നെ പറഞ്ഞാ വേണ്ടി ഇങ്ങനെ പകല് നല്ല മഞ്ഞിനെടുക്കും എടുത്തു പോകണം. നിങ്ങളെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയുന്നേക്കാൾ അത് എടുത്തു പോകണം. പണിയെടുത്താൽ കുടിക്കാനും ഉണ്ടാവൂലൂ.